എന്തായാലും മലയാള സിനിമയുടെ ആദ്യത്തെ സിനിമ ഐഡൻറ്റിറ്റി എന്തായാലും ഒരു ഹിറ്റ് തന്നെ വന്നിരിക്കുകയാണ് ടൊവിനോയുടെ ഭാഗത്തു നിന്നും. എന്തായാലും ഇപ്പോൾ വരുന്ന റിവ്യൂസൊക്കെ കാണുമ്പോൾ ഏതാണ്ടൊക്കെ ഈ സിനിമ എന്താ പറയുക ഹിറ്റായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട 2 വേഷം ചെയ്തൊരു വ്യക്തികളാണ് ടൊവിനോ തോമസും അതുപോലെ തൃഷയും. എന്തായാലും തൃഷ എന്തുകൊണ്ട് ഈ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്നില്ല? അവരുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്ത് നോക്കിയാലും പലയിടത്ത് നോക്കിയാലും അവർ ഈ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ കണ്ടില്ല. അത് ഇതിൻ്റെ ഒരു പോസ്റ്റർ മാത്രം നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴോ അല്ലെങ്കിൽ ഒരു സമയത്തോ അവർ ഈ ഒരു സിനിമ എന്താ പറയുക ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം സ്റ്റോറി ആയിട്ട് പോലും ഇടുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. സോ അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഐഡൻറ്റിറ്റി സിനിമ കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്തുകൊണ്ട് തൃഷ ഇതിൻ്റെ പ്രൊമോഷന് പങ്കെടുക്കുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് തൃഷയുടെ ഒരു ഡോഗ് സോറോ എന്ന് പറയുന്നൊരു ഡോഗാണ്. അത് മരിച്ചിട്ട് കുറച്ച് നാളായി. സോ അതിൻ്റെ ഭാഗമായിട്ട് അവർ അവരുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇട്ടിരുന്നു, അത് ഞാൻ കുറച്ച് നാൾ മാറി നിൽക്കാൻ പോവുകയാണ്, സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റു പരിപാടികൾക്കൊന്നും ഉണ്ടാകില്ല എന്ന് തൃഷ അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും അതിൻ്റെ സാഹചര്യത്തിലാണ് തൃഷ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഐഡൻറ്റിറ്റിയുടെ പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ സ്റ്റോറിയോ ഒന്നും ഇടാത്തത് അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും തൃഷ എന്താ പറയുക ഇതിൻ്റെ ഒരു ഭാഗമായി മാറിയേനെ. സോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.